Good morning all. In the last class we discussed about the magnetism in a little bit and then the Gauss's law in magnetism. In this class we will be talking about the Ampere's circuital law and Faraday's law of induction. In 1820, Oswald observed that a magnetic field is always produced around a current carrying conductor. In electrostatics, we know that when there is a presence of charge, whether it is a positive charge or a negative charge, we'll have a electric field associated with that. If there is a നമുക്കൊരു പോസിറ്റീവ് ചാർജോ അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ എപ്പോഴും അതിൻ്റെ അറൗണ്ടിൽ എന്തായിരിക്കും ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും. Similarly, if there is a movement of the charge, then there will be a magnetic field associated with that moving charge. അല്ലെങ്കിൽ moving charge എന്ന് പറഞ്ഞാൽ that will be the current. If there is a current, then there will be a magnetic field associated with that current. Okay, so if there is a current carrying conductor, then there will be a magnetic field always around that one. So the relation between this current and magnetic field is given by the Ampere's circuital law. The relation between current and magnetic field is given by Ampere's circuital law. So what is Ampere's circuital law? The Ampere's circuital law states that the line integral of magnetic flux density, for a closed path is equal to mu 0 times the net current I enclosed by the path. Mu 0 times the net current I enclosed by the path. So നമുക്കറിയേണ്ടത് ഫസ്റ്റ് ഈസ് വാട്ട് ഈസ് ലൈൻ ഇൻ്റഗ്രൽ. ലൈൻ ഇൻ്റഗ്രൽ എന്താണ്, അതുപോലെ സർഫസ് ഇൻ്റഗ്രൽ എന്താണ്, അതുപോലെ വോളിയം ഇൻ്റഗ്രൽ എന്താണെന്ന് നമ്മൾ എന്താ പറയുക നമ്മളുടെ ഈ ഒരു ചാപ്റ്ററിൽ തന്നെ നമ്മളിതിൻ്റെ വെക്റ്റർ കാൽക്കുലസിൻ്റെ പോർഷൻ കൂടി പഠിക്കാനുണ്ട്. ആ സമയത്ത് നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് വാട്ട് ഈസ് ലൈൻ ഇൻ്റഗ്രൽ എന്ന് പഠിക്കും. ഓക്കെ, ലൈൻ ഇൻ്റഗ്രൽ ഓഫ് എ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ക്ലോസ്ഡ് പാത്ത് ഫോർ എ ക്ലോസ്ഡ് പാത്ത് എന്നുകൊണ്ടുണ്ട്. ഓക്കെ, സോ ദ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് അത് നമ്മൾ മാത്തമെറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ ദ ലൈൻ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഫോർ എ ക്ലോസ്ഡ് പാത്ത് കൊണ്ടാണ് നമ്മളുടെ ഒരു സർക്കിൾ വരുന്നത്. സോ ലൈൻ ഇൻ്റഗ്രൽ ഫോർ എ ക്ലോസ്ഡ് പാത്ത് ലൈൻ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇൻ്റഗ്രേഷൻ്റെ ഈ ഡി എൽ എന്ന് പറഞ്ഞാൽ ഒരു ലെങ്ത് കോമ്പണൻ്റ് ആയിട്ട് വരുമ്പോൾ അതാണ് നമ്മൾ ലൈൻ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇതിന് മുന്നേ പഠിച്ച സമയത്ത് നമ്മൾ ഗോസ്സ് ലോ പഠിച്ച സമയത്ത് നമ്മൾ ഇവിടെ എന്ത് പഠിച്ചിട്ടുണ്ട്, നമ്മൾ ബി ഡോട്ട് ഡി എസ് എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇവിടെ ഡി എസ് എന്ന് പറയുന്നത് ദിസ് ഈസ് എ ഏരിയ കോമ്പണൻ്റ് ആണ് അല്ലേ, ഏരിയ കോമ്പണൻ്റ്. അതിനെയാണ് നമ്മൾ എന്താ പറയുക ഇപ്പോൾ സർഫസ് ഇൻ്റഗ്രൽ. ഏരിയ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് എ സർഫസ് അല്ല, അങ്ങനെയാകുമ്പോൾ നമ്മൾ അതിനെ സർഫസ് ഇൻ്റഗ്രൽ എന്ന് പറയും. സപ്പോസ് ഇറ്റ്സ് എ ഇൻ്റഗ്രേഷൻ ഓവർ എ വോള്യം ആണെങ്കിൽ ഡി ബി ഒരു വോള്യം എലമെൻറ്റിൽ ഓവറാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളതിനെ വോള്യം ഇൻ്റഗ്രൽ എന്ന് പറയും. ഇപ്പോൾ നമ്മൾ അറൗണ്ട് നമ്മളിപ്പോൾ നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന ആംപേഴ്സ് ലോയിൽ നമ്മൾ ക്ലോസ്ഡ് പാത്ത് എന്ന് പറഞ്ഞാൽ എലോങ് എ ലൈനൊക്കെ ആയിരിക്കുമല്ലോ പോകുന്നുണ്ടാവുക. സോ എലോങ് എ ക്ലോസ്ഡ് പാത്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എലോങ് എ ലൈനാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത് ഇറ്റ്സ് എ ലൈൻ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. ഓക്കെ, ലൈൻ ഇൻ്റഗ്രൽ. സോ നമ്മൾ എടുക്കുന്ന ക്ലോസ്ഡ് പാത്ത് എന്ന് പറഞ്ഞാൽ ഒരു സർക്കിളോ അല്ലെങ്കിൽ എന്തായിരിക്കും ഒരു ആർബിട്രറി ഷേപ്പുള്ള ലൈൻ ഇൻ്റഗ്രൽ ഓവർ എ ലൈനാണ്. സോ Ampere's circuital law states that the line integral of a magnetic flux density B for a closed path is equal to mu 0 times the net current enclosed by the path. Mathematically നമുക്ക് എന്ത് represent ചെയ്യാൻ പറ്റും, it is a line integral over a closed path of B is equal to mu 0 I അല്ലെങ്കിൽ integral B dot dl is equal to mu 0 I. ഈ ഒരു ഇക്വേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ദിസ് ഈസ് വെരി സിമിലർ ടു ദ ഗോസ്സസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. എന്തായിരുന്നു ഗോസ്സസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്? എന്തായിരുന്നു, നമ്മളുടെ ഇ ഡോട്ട് ഡി എസ്. ഇവിടെ നമുക്ക് സർഫസ് ഇൻ്റഗ്രലാണ്, നമ്മളുടെ ആംപേഴ്സ് ലോയിൽ നമുക്ക് കിട്ടുന്നത് ലൈൻ ഇൻ്റഗ്രലാണ്. പക്ഷേ എന്താണ് ഇപ്പം ഇ ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു ദ ചാർജ് എൻക്ലോസ്ഡ്. ഇവിടെ നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ ചാർജാണ് ഇലക്ട്രിക് ഫീൽഡുമായി അസോസിയേറ്റ് ചെയ്തത്. നമ്മളുടെ മാഗ്നറ്റോസ്റ്റാറ്റിക്സിൽ നമുക്ക് എന്താണ് കറണ്ടാണ് നമുക്ക് ഈ മാഗ്നറ്റിക് ഫീൽഡുമായി അസോസിയേറ്റ് ചെയ്തത്. അപ്പം നമുക്കിവിടെ ക്യൂ എൻക്ലോസ്ഡിന് പകരം അവിടെ ഐ എൻക്ലോസ്ഡ് വന്ന് നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ എപ്പോഴും mu 0 എപ്സിലോൺ 0 ആണ് വരിക. പക്ഷേ നമുക്ക് ആക്ച്വലി 1/ε0 ആണ് നമ്മളെപ്പോഴും ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ വരിക. പക്ഷേ മാഗ്നറ്റോസ്റ്റാറ്റിക്സിലോട്ട് വരുമ്പോൾ നമുക്ക് എന്ത് വരും, നമുക്കവിടെ
μ0 എന്ന് വരും. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ്റെ വളരെ സിമിലർ ഈ ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു ക്യൂ എൻക്ലോസ്ഡ് ബൈ എപ്സിലോൺ സീറോ. ഇതാണ് നമ്മളുടെ എന്താ പറയുക ഗോസസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അതിനോട് വളരെ ഈക്വലൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സിമിലർ ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ് നമുക്ക് കിട്ടുന്നത്. ലൈൻ ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു μ0 ഐ. ദിസ് ഈസ് അനലോഗസ് ടു ഗോസസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? when there is a current, there is a magnetic field associated with that. ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് എ ഡയറക്ഷൻ അല്ല, ഇറ്റ് ഹാസ് എ ഡയറക്ഷൻ. സോ നമ്മളിവിടെ കണ്ടെത്തിയപ്പോൾ നമ്മളിതിൻ്റെ എന്താ പറയുക അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണെന്ന് നമുക്ക് എന്താ പറയുക ആംപേഴ്സ് സർക്യൂട്ടിൽ വെച്ചിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും. വാട്ട് വിൽ ബി ദ ഡയറക്ഷൻ? സോ ഡയറക്ഷൻ ഓഫ് എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഗിവൺ ബൈ ദ റൈറ്റ് ആൻഡ് തമ്പ് റൂൾ. ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഗിവൺ ബൈ ദ റൈറ്റ് ആൻഡ് തമ്പ് റൂൾ. ഓക്കെ, റൈറ്റ് ആൻഡ് തമ്പ് റൂൾ. അപ്പോൾ എന്താണ് റൈറ്റ് ആൻഡ് തമ്പ് റൂൾ? റൈറ്റ് ആൻഡ് തമ്പ് റൂൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ as shown in the figure, you hold your right hand, okay, thumb pointing upwards and the all other fingers are curled. Okay, ഇങ്ങനെ ഇപ്പോൾ നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ as in the figure, you just put your right hand. Okay, now if the thumb represents the direction of the current, if thumb represents the direction of the current, then fingers, the curled fingers represents the direction of the magnetic field. നമ്മൾ ഈ ഒരു ചിത്രം നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫിഗറിൽ നമുക്കറിയാം ഇത് ഡയറക്ഷൻ നമ്മളുടെ തമ്പിനെ നമ്മൾ കറണ്ടിൻ്റെ ഡയറക്ഷനിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ സോ ഓൾ ദ ഫോർ കേൾഡ് ഫിംഗേഴ്സ് ദാറ്റ് വിൽ ബി യുവർ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, സോ നമ്മൾ മേലോട്ട് ഇങ്ങനെ തമ്പ് upward side പിടിച്ചിട്ടുണ്ടെങ്കിൽ then the magnetic field around is in this direction. Similarly, if the current is in the opposite direction, if the current is in the opposite direction, then നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ തമ്പ് ഡൗൺവേർഡ് ഡയറക്ഷൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ that will give you the magnetic field, direction of the magnetic field in the opposite direction. Okay, magnetic fieldന്റെ അറൗണ്ട് സർക്കിളിലായിരിക്കും കിട്ടുന്നുണ്ടാവുക. സോ we will have a magnetic. So this is the right hand thumb rule. If the thumb represents the direction of the current, then the curled fingers represents the direction of the magnetic field എന്നുള്ളത്. സിമിലർലി അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ ചെയ്തത് നമ്മൾ ഒരു എന്താ പറയുക നമ്മളുടെ എന്താ പറയുക ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടറിനാണ്. ഓക്കെ, സപ്പോസ് ദ കറണ്ട് ഈസ് ഇൻ ദ കേൾഡ് ഒരു സർക്കുലർ കണ്ടക്ടർ ആണെങ്കിൽ വാട്ട് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് then the curled fingers will represent the direction of the current and magnetic field will be represented by the thumb. Okay, ഇപ്പോൾ നമ്മൾ നേരത്തെ കേസിൽ തമ്പ് എന്ന് പറയുന്നത് കറണ്ട് ആണെങ്കിൽ then the curled fingers are the direction of the magnetic field. If magnetic field is the direction of the thumb, then the curled fingers is the direction of the current. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക കറണ്ടും അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും ഡയറക്ഷൻ കണ്ടെത്തുന്നത്. ഓക്കെ, സോ ദ മാഗ്നറ്റിക് ഫീൽഡ് അതുപോലെ തന്നെ കറണ്ടിൻ്റെയും ഡയറക്ഷൻ കണ്ടെത്തുന്നത്. ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് the direction of the thumb, then the curled fingers will represent the direction of the current. If the thumb is the direction of the current, then the magnetic field is the direction of the curled fingers is the direction of the magnetic field. So this will give you the direction of the magnetic field. So ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് what is Faraday's law of induction ആണ്. Suppose you take a circular ഒരു closed loop carrying current. So നമ്മളിവിടെ കാണിച്ചതുപോലെ we have a magnetic field which is placed which is present in between the north and south pole. So we have a magnetic field here, then we place a current carrying conductor inside that magnetic field. So okay, so if we place a magnetic field inside the current carrying conductor inside the magnetic field, then this current carrying conductor will experience a torque as shown here. So the left side you can see that the force is along the up direction. On the right side the force is along the opposite direction. Then it will eventually feel a torque and it will start to rotate. So if you place a current carrying loop in a magnetic field, then this current carrying loop will experience a torque and it will start to rotate. Okay, this is well known. Okay, now if we don't have a current inside that. Okay, if we don't have a current in that loop, then now suppose if you just rotate it mechanically, then is it possible to produce the current in the loop?
അതായത് നമ്മൾ എന്ത് പറയുന്നത്, ഇവിടെ നമ്മൾ ആദ്യത്തെ കേസിൽ എടുത്തപ്പോൾ നമ്മളൊരു കറണ്ട് ക്യാരിങ് ലൂപ്പിനെ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് വെച്ചപ്പോൾ അത് ഒരു ടോർക്ക് മൂലം അത് എന്ത് ചെയ്യും, സ്റ്റാർട്ട് ടു റൊട്ടേറ്റ്. നൗ ദർ ഇസ് നോ കറണ്ട്. നൗ എന്ത് ചെയ്യുന്നത്, നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ മെക്കാനിക്കലി റൊട്ടേറ്റ് ചെയ്താൽ will it induce a current in the magnetic coil, current in the loop എന്നുള്ളതാണ്. Is it? So the answer is yes. ഓക്കെ, നമുക്കൊരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിനെ നമ്മൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് വെച്ചാൽ അതിനൊരു മെക്കാനിക്കൽ എന്താ പറയുക റൊട്ടേഷൻ ഉണ്ടാവും. സോ ഇഫ് യു ഗീവ് എ മെക്കാനിക്കൽ റൊട്ടേഷൻ ഫോർ എ ലൂപ്പ് ദെൻ ഇറ്റ് വിൽ ജനറേറ്റ് കറണ്ട് ഇൻ ദ ലൂപ്പ് എന്നുള്ളതാണ്. സോ ദ ഫസ്റ്റ് മെക്കാനിസം എന്ത്, നമ്മളുടെ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് വെച്ചിട്ട് അത് റൊട്ടേറ്റ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ദ മോട്ടർ. മോട്ടർ വർക്ക് ചെയ്യുന്ന എങ്ങനെയാണ്, നമ്മൾ ഇലക്ട്രിക് കറണ്ട് കൊടുക്കുന്നു, ദെൻ ഇറ്റ് വിൽ സ്റ്റാർട്ട് ടു റൊട്ടേറ്റ് ഇൻസൈഡ് മാഗ്നറ്റിക് ഫീൽഡ്. അങ്ങനെയാണ് ഒരു മോട്ടോർ വർക്ക് ചെയ്യുന്നത്. The second mechanism എന്ത് ചെയ്യുന്നു, where we are mechanically rotating the coil and producing the current, അതാണ് നമ്മളുടെ ജനറേറ്ററുകളുള്ളത്. ഓക്കെ, സോ ദ കറണ്ട് ജനറേറ്റ് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഫാരഡേസ് ലോ ഓഫ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. വി കോൾ ഇറ്റ് എസ് ഫാരഡേസ് ലോ ഓഫ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അതായത് ഒരു കറണ്ട് ക്യാരിങ് ഒരു ക്ലോസ്ഡ് ലൂപ്പ് നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിൽ റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ജനറേറ്റ് കറണ്ട് എന്നുള്ളത്. സിമിലർലി if you have a bar magnet which is moved towards a conducting loop, if we move towards the conducting loop, a current will be induced in the loop, a current will be induced in the loop എന്നുള്ളതാണ്. So the detailed observation show that the current is induced only if there is a relative motion between the loop and the bar magnet. അതായത് നമ്മളൊരു ബാർ മാഗ്നറ്റ് നമ്മളൊരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് അടുത്തോട്ട് കൊണ്ടുവരുമ്പോൾ അതിൽ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്നതായിട്ട് കണ്ട്. Suppose if we stop suddenly, then we see that then the current will stop immediately. So എന്ത് ചെയ്യുന്നത്, നമുക്ക് ഒരു റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ലൂപ്പ് ആൻഡ് ബാർ മാഗ്നറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വിൽ ഗെറ്റ് എ current in the loop. Okay, if it is both are stationary, if your coil is if your loop is stationary and your bar magnet is stationary, there will be magnetic field but you will not get a current. Okay, if there is a relative motion between the loop and the bar magnet, then you will have a current. Okay, now if the motion is very fast, then the current will be high. If the motion is slow, then you will get a low current. If the motion stops, then the current stops. Okay, the current disappears if the relative motion stops. Now if you are moving towards the current, you will get, sorry, if you are moving towards the loop, you will get a current in one direction. If you are moving away from the loop, you will get a current in the opposite direction. That is, current is reversed if the direction of the motion is reversed. Okay, the current is reversed if the direction of the motion is reversed. Okay, ഇനി എന്താണ്, അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു, if you change the magnetic field, then there will be a current induced in the coil. So ആ കറണ്ടിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഡ്യൂസ്ഡ് കറണ്ട്. കറണ്ട് produced in the loop when there is a change in the magnetic field. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, induced current എന്ന് പറയുന്നത്. Okay, that is called the induced current. So the work done per unit charge for producing this current is called the induced EMF. Induced അവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് അല്ലെങ്കിൽ EMF-നെ നമ്മൾ എന്ത് പറയുന്നത്, അതിനെ induced EMF എന്ന് പറയും. Okay, this phenomenon, the production of induced EMF and induced current is called induction. ഈ ഒരു phenomenon നമ്മൾ എന്ത് പറയുന്നത്, induction എന്ന് പറയുന്നത്. Okay, now suppose we have two different coils. Okay, ഒരു A എന്ന് പറയുന്ന ഒരു circular loop ഉണ്ട്, and we have a circular loop B. Here the circular loop A is connected to a battery. അതായത് A യിലൂടെ നമ്മളൊരു കറണ്ട് പാസ് ചെയ്ത് വരുന്നു വിചാരിക്കുക. Then we observe that there will be a current in the B because of the induction. ഇപ്പോൾ ഈ ഒരു നമ്മൾ പഠിച്ച സെയിം പ്രോസസ്സ് വെച്ചിട്ട് if there is a current flowing through A and there will be a current induced in the B. Okay, അതെങ്ങനെയാണ് വരുന്നത്, suppose there is a current is flowing through A, then there will be a magnetic field associated with that. അല്ലെ, ഈ ഒരു എയിലൂടെ കറണ്ട് പോകുന്ന സമയത്ത് it will produce a magnetic field. That magnetic field will pass through this coil. Okay, and then a current will be induced in this coil. Okay,
നമ്മളിത് ഇതിലൂടെ ഒരു കറണ്ട് പാസ് ചെയ്ത് കൊടുക്കും. ഓക്കെ, കറണ്ട് പാസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിനോട് അസോസിയേറ്റ് ആയിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ്. ആ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും, ഈ ഒരു ലൂപ്പിലൂടെ പാസ് ചെയ്യുന്നതുകൊണ്ട് ഈ ലൂപ്പിൽ എന്ത് ചെയ്യും, അതിനെ അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അതിനാണ് നമ്മൾ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. എയിലൂടെ കറണ്ട് പോകുമ്പോൾ ബിയിലും എന്ത് ചെയ്യുന്നത്, കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്നു. ബിക്കോസ് ഓഫ് ദ മാഗ്നറ്റിക് ഇൻഡക്ഷൻ മൂലം എന്ത് ചെയ്യുന്നു, ബിയിലും കറണ്ട് വരുന്നതിനാണ് നമ്മൾ mutual induction. So the production of induced EMF is also seen if two conducting loops A and B are placed close to each other and the current is passed through one of them. Okay, one of them ലൂടെ ഏതെങ്കിലും ഒന്നിലൂടെ കറണ്ട് പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് കോയിലിലും എന്ത് ചെയ്യും, നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ഒരു കറണ്ട് കിട്ടുന്നതായി കാണും. ഇതും എന്ത് ചെയ്യുന്നത്, ഫാരഡേസ് ലോ ഓഫ് ഇൻഡക്ഷൻ വെച്ചിട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, നമുക്ക് കുറച്ചും കൂടെ അപ്പം നമ്മൾ എന്ത് ചെയ്യുക, അതിനെ എന്താ പറയുക, ക്വാളിറ്റേറ്റീവ്ലി എന്തൊക്കെയാണ് കറണ്ട് കിട്ടുമെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ്ലി അപ്പോൾ എത്രത്തോളം കറണ്ടാണ് കിട്ടുന്നത്. സോ വി നീഡ് എ ക്വാണ്ടിറ്റേറ്റീവ് എക്സ്പ്രഷൻ. ഓക്കെ, സോ ദ ഇൻഡ്യൂസ്ഡ് EMF ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് പാസിംഗ് ത്രൂ ദ ലൂപ്പ്. അത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ സപ്പോസ് നമ്മളൊരു ബാർ മാഗ്നറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ലൂപ്പിൻ്റെ അടുത്ത് കൊണ്ടുവച്ച് സ്റ്റേഷനറി ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വി വിൽ നോട്ട് ഗെറ്റ് എനി EMF ബിക്കോസ് ദർ ഈസ് എന്താണ്, അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ it does not depend upon the number of field lines, rather it depends upon the rate at which the number changes. If നമുക്കൊരു മാഗ്നറ്റിക് ഒരു കോയിൽ വെച്ച് അതിനടുത്തൊരു മാഗ്നറ്റിക് ഫീൽഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കോയിലിനകത്തൂടെ കടന്നു പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും എന്തായിരിക്കും, അതിൻ്റെ നമ്പർ ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അങ്ങനെയുള്ള കേസിൽ വി വിൽ നോട്ട് ഗെറ്റ് എനി കറണ്ട് ഇഫ് ദാറ്റ് നമ്പർ ചേഞ്ചസ്. അതായത് നമ്മൾ അടുത്തോട്ടോ ദൂരോട്ടോ കൊണ്ടുപോകുമ്പോൾ, അടുത്തോട്ട് കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യും, നമ്മളുടെ ഫീൽഡ് ലൈൻസിൻ്റെ നമ്പർ കൂടി വരും. അല്ലെങ്കിൽ ദൂരോട്ട് പോകുമ്പോൾ നമ്മളുടെ ഫീൽഡ് ലൈൻസ് കുറഞ്ഞു വരും. ഈ രണ്ട് കേസിലും ഇഫ് ദർ ഈസ് എ റേറ്റ് ഓഫ് ചേഞ്ച്, ദർ ഈസ് എ ചേഞ്ച് ഇൻ ദ മാഗ്നറ്റിക് ഫ്ലക്സ്, then we'll have a EMF, whether the change is positive or change is negative. അതായത് നമ്മളുടെ ഫ്ലക്സ് കൂടുകയാണോ, മാഗ്നറ്റിക് ഫ്ലക്സ് കൂടുകയാണോ അല്ലെങ്കിൽ കുറയുകയാണോ, ബോത്ത് കേസസ് വിൽ ഹാവ് എ കറണ്ട് ഇൻഡ്യൂസ്ഡ് ഇൻ ദ സർക്കുലർ ലൂപ്പ്. Okay, so basically എന്താ പറയുന്നത്, the induced EMF does not depend on the number of field lines passing through the loop, but it depends on the rate at which the number changes. So നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ 5B എന്നുള്ളതിനെ ഇൻറ്റഗ്രൽ ഓഫ് B ഡോട്ട് ഡി എസ് എന്ന് പറയും. സപ്പോസ് ബി എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ടു ഡി എസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഏരിയ എലമെൻ്റ് ആണ്. ബി എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയാണ്. സോ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയും ഏരിയയും തമ്മിൽ എന്താ പറയുക, പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമുക്ക് ആൻഡ് ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡാണ് ആൻഡ് എസ് ഈസ് ദ ടോട്ടൽ ഏരിയ, നമുക്ക് ഫൈ എന്ന് പറയാൻ പറ്റും, BS എന്ന് എടുക്കാൻ പറ്റും. ഓക്കെ, സോ സപ്പോസ് ദാറ്റ് വാട്ട് എവർ ഫൈ വി ഹാവ്, ഇഫ് ദർ ഇസ് എ ചേഞ്ച് ഇൻ ദാറ്റ് ഫൈ എങ്ങനെ ചേഞ്ച് ചെയ്യാം, ഒന്നുകിൽ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച്, എമൗണ്ട് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ചെയ്യാം, അല്ലെങ്കിൽ ഏരിയ ചേഞ്ച് ചെയ്യണം. നമ്മളുടെ മാഗ്നറ്റിക് ഫ്ലക്സിനെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ഡെൻസിറ്റി ഇൻറ്റു ഏരിയ എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. ഇതർ വി ഹാവ് എ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് density or we have a change in the area. Both cases our flux will change. Okay, so the induced EMF of the loop is equal to the rate at which the flux changes. Okay, the induced EMF നമ്മൾ നേരത്തെ പഠിച്ചു, if there is no change then we don't have any current. Okay, if we have a change, the rate of change അങ്ങനെയാണെങ്കിൽ we have a induced EMF, and it is seen that the induced EMF of the loop is equal to rate at which the flux is changes. ആണ് E എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എപ്സിലോൺ E is equal to the EMF E is equal to d phi b by dt, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ആണ് നമ്മളുടെ എന്ത് പറയുന്നത്, നമ്മളുടെ ഇൻഡ്യൂസ്ഡ് EMF പറയുന്നത്. ഇഫ് ദർ ആർ n ടേൺസ് ഓഫ് ദ, ഒരു സിംഗിൾ ലൂപ്പിലാണ് നമ്മൾ ഈ ഒരു കേസ് പറയുന്നത്. ദർ ആർ n ടേൺസ്, നമ്മൾ n സർക്കുലർ ലൂപ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ then the total EMF will be n times e phi b by dt എന്ന് പറയും. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇപ്പോൾ നമുക്കതിൻ്റെ എന്താ പറയുക, മാഗ്നിറ്റ്യൂഡ് കിട്ടി. മാഗ്നിറ്റ്യൂഡ് എന്നുള്ളത് d phi by dt എന്ന് കിട്ടി. പക്ഷെ നമുക്കറിയില്ല ഏത് ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. So it is given by a Lenz's law. The direction of the current induced is given by Lenz's law. The Faraday's law will give the magnitude, but the Lenz's law will give you the direction. So according to Lenz's law, it states that the direction of the induced current will be in such a way that the magnetic field produced by it opposes the change of flux that actually induces the current. The direction of the induced current will be in such a way that magnetic field produced by it opposes the change of flux that actually induces the current എന്നുള്ളത്. അതായത് നമ്മളുടെ
ഇപ്പം നമ്മൾ ഏതൊരു സിസ്റ്റം എടുത്താലും അപ്പോൾ നമ്മളൊരു നേച്ചറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ഓൾവേസ് എന്താ പറയുക സപ്പോർട്ട് ഇനേർഷ്യ. സപ്പോസ് നമ്മളൊരു പാർട്ടിക്കിൾ റെസ്റ്റിലാണെങ്കിൽ ഇറ്റ് ഓൾവേസ് ടെൻ ടു ബി ഇൻ റെസ്റ്റ്. ഇഫ് ദ പാർട്ടിക്കിൾ ഈസ് മൂവിങ് ഇറ്റ് ഓൾവേസ് ടെൻ ടു ബി ഇൻ എ മൂവിങ് പൊസിഷൻ. ഇതായിട്ട് എന്താ പറയുക, നമ്മൾ ലോ ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് ഇഫ് ദർ ഇസ് എ എന്താ പറയുക ഫ്ലക്സ് പാസിങ് ത്രൂ എ കറണ്ട് ലൂപ്പ്. ഒരു കറണ്ട് ലൂപ്പിൻ്റെ അകത്ത് കൂടെ ഒരു സർക്കുലർ ലൂപ്പിൻ്റെ അകത്ത് കൂടെ അല്ലെങ്കിൽ എനി ലൂപ്പിൻ്റെ അകത്ത് കൂടെ ഒരു ഫ്ലക്സ് കടന്നു പോകുന്നു, മാഗ്നറ്റിക് ഫ്ലക്സ് കടന്നു പോകുന്നുണ്ടെങ്കിൽ ലൂപ്പ് വിൽ ഓൾവേസ് ട്രൈ ടു കീപ് ദാറ്റ് സ്റ്റേഷനറി. ഓക്കെ, അതിൻ്റെ ഫ്ലക്സിലുള്ള വേരിയേഷനെ ഒരിക്കലും ഈ ലൂപ്പ് സപ്പോർട്ട് ചെയ്യില്ല. ഓക്കെ, ഇഫ് യു ഇൻഡ്യൂസ് എ ചേഞ്ച് ഇൻ ദ ഫ്ലക്സ്, നമ്മൾ ഈ ഫ്ലക്സ് ചേഞ്ച് ചെയ്യാൻ നോക്കുമ്പോൾ ഈ സർക്കുലർ ലൂപ്പ് എന്ത് ചെയ്യും, അതിനെ ഓപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതെന്ത് ചെയ്യും, അതൊരു മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും, അതിനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പ്രൊഡ്യൂസ് ചെയ്യും. മാഗ്നറ്റിക് ഫീൽഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ആ ഒരു ലൂപ്പിൻ്റെ അകത്ത് ഒരു കറണ്ട് ജനറേറ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ ഒരു കറണ്ട് ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു ലൂപ്പിൻ്റെ അകത്ത് കൂടെ മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ആ മാഗ്നറ്റിക് ഫീൽഡ് കൂടാൻ വേണ്ടി ശ്രമിക്കുന്നു, മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മുടെ ലൂപ്പ് എന്ത് ചെയ്യും, അതിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ എന്ത് ചെയ്യും, ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും, അതിൻ്റെ അകത്തൊരു കറണ്ട് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും, ദ കറണ്ടിൻ്റെ ഡയറക്ഷൻ വിൽ ബി ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് എ മാഗ്നറ്റിക് ഫീൽഡ് ഓപ്പോസിറ്റ് ടു ദ ചേഞ്ച് ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, നമ്മളെ മാഗ്നറ്റിക് ഫീൽഡ് കുറയാനാണ് നോക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, കുറയുന്നതിന് എതിരായിട്ട്, അതായത് അപ്പോൾ എന്ത് ചെയ്യും, കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ എന്ത് ചെയ്യും, ഓൾറെഡി പ്രസൻ്റ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും, നമ്മളുടെ സർക്കുലർ ലൂപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ അതിനൊരു കറണ്ട് വന്നിട്ട് അതിൻ്റെ സെയിം ഡയറക്ഷനിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ വിശദമായിട്ട് എന്ത് ചെയ്യും, നമ്മൾ അടുത്ത സ്ലൈഡുകളിൽ പഠിക്കുന്നത് എങ്ങനെയാണ് അതിൻ്റെ ഡയറക്ഷൻസ് വരുന്നത്. അപ്പോൾ ബേസിക്കലി എന്താണ് മനസ്സിലാക്കുന്നത്, ദ ഡയറക്ഷൻ ഓഫ് ദ ഇൻഡ്യൂസ്ഡ് കറണ്ട് വിൽ ബി ഇൻ സച്ച് എ വേ ദാറ്റ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ഇറ്റ് opposes the change of flux that actually induces the current. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് റിപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. സോ അത് വെച്ചിട്ടാണ് ഇപ്പോൾ നമുക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നോർത്ത് പോൾ എന്ന് പറയുന്നത്, നോർത്ത് പോൾ ഈസ് മൂവിങ് ടുവേർഡ്സ് ദ ലൂപ്പ് ഇറ്റ് പ്രൊഡ്യൂസ് എ കറണ്ട് ഇൻ ദ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സോ സിമിലർലി നോർത്ത് പോൾ മൂവിങ് അവേ ഫ്രം ദ ലൂപ്പ് പ്രൊഡ്യൂസ് എ കറണ്ട് ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അത് കുറച്ചും കൂടെ എന്ത് ചെയ്യും, നമ്മൾ അടുത്ത സ്ലൈഡുകളിൽ കുറച്ചും കൂടെ ഡയറക്ഷൻസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ കുറച്ചും കൂടെ വിശദമായിട്ട് അടുത്ത സ്ലൈഡുകളിൽ നോക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഫാരഡേസ് ലോയും നമ്മുടെ ലെൻസസ് ലോയും കൂടെ കമ്പൈൻ ചെയ്തിട്ട് വിൽ സ്റ്റേറ്റ് ദാറ്റ് whenever the magnetic field lines passing through a conducting loop change, an EMF is induced in the loop. The magnitude of this EMF is equal to the rate of change of magnetic flux through the loop. The magnitude of this EMF is equal to the rate of change of magnetic flux through the loop. The direction of the induced EMF is given by the Lenz's law, according to which the induced EMF opposes the change of flux. Okay, so whenever there is a magnetic field lines passing through a conducting loop change, an EMF is induced. The magnitude of that EMF is equal to the rate of change of magnetic flux through the loop, and the direction of the induced EMF is given by the Lenz's law, according to which ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഓപ്പോസിസ് ദ ചേഞ്ച് ഓഫ് ഫ്ലക്സ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഇൻഡ്യൂസ്ഡ് ഇ എം എഫിനെ ഈക്വൽ ടു മൈനസ് ഡി ഫൈ ബൈ ഡി ടി എന്ന് എഴുതുന്നത്. മൈനസ് സൈൻ ഇൻഡിക്കേറ്റ് ദാറ്റ് ദ കറണ്ട് ഈസ് ഇൻഡ്യൂസ്ഡ് ടു ഓപ്പോസ് ദ ചേഞ്ച് ഇൻ ദ മാഗ്നറ്റിക് ഫ്ലക്സ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെയാണ് ആ ഡയറക്ഷൻസ് വരുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം, ആദ്യം കേസ് വൺ നോർത്ത് പോൾ എന്ന് പറയുന്നത്, നോർത്ത് പോളിൽ നിന്ന് എന്ത് ചെയ്യും, ഒരു മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും, എവേ ഫ്രം ദ നോർത്ത് പോളാണല്ലോ ഇരുന്നത്. അപ്പോൾ ഒരു ലെഫ്റ്റിലോട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഓൾറെഡി പ്രസന്റ് ഉണ്ടായിരിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ നോർത്ത് പോൾ ഇറ്റ് ഈസ് മൂവിങ് ടുവേർഡ്സ് ദ കോയിലിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യുന്നു. അതായത് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യുന്നു, മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യുന്നു. അതായത് ചേഞ്ച് ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് അഗെയിൻ ഇൻ ദ പോസിറ്റീവ് ഡയറക്ഷൻ, ഇൻ ദ ലെഫ്റ്റ് ഡയറക്ഷൻ. ചേഞ്ച് ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾറെഡി മാഗ്നറ്റിക് ഫീൽഡ് പ്രസന്റ് ആയിരുന്നത് ഈ ലെഫ്റ്റ് ഡയറക്ഷനായിരുന്നു. പിന്നെ എന്ത് ചെയ്യും, നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഇൻക്രീസ് ചെയ്യുന്ന ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് അഗെയിൻ ഇൻ ദ ലെഫ്റ്റ് ഡയറക്ഷൻ ആയിരിക്കും. അങ്ങനെയാകുമ്പോൾ എന്ത് ചെയ്യും, നമ്മളുടെ കോയിൽ എന്ത് ചെയ്യും, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡ്യൂസ് ചെയ്യും. ദാറ്റ് മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇത് ഓൾവേസ് ട്രൈ ടു ഓപ്പോസ് ദ ചേഞ്ചിനെ ഓപ്പോസ് ചെയ്യുന്നു. അപ്പോൾ ചേഞ്ച് ലെഫ്റ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും, ഇറ്റ് വിൽ ബി ടുവേർഡ്സ് ദ റൈറ്റ് ഡയറക്ഷൻ. ഓക്കെ, ടുവേർഡ്സ് റൈറ്റ് ആയിരിക്കും. റൈറ്റ് ആവുന്ന കേസിൽ എന്തെങ്കിലും വിൽ ഹാവ് എ കറണ്ട് ഇൻഡ്യൂസ്. ഇനി എന്ത് ചെയ്യുക, നമ്മൾ കറണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട്
നമ്മളുടെ റൈറ്റ് ആൻഡ് തമ്പ് റൂൾ ഉപയോഗിക്കാം. അപ്പോൾ നമ്മളുടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്താണ്? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ടുവേർഡ്സ് റൈറ്റ് ആണ്. അവിടെയൊക്കെ നമ്മളുടെ തമ്പ് വെക്കുക. ഓക്കെ, നൗ ദ കേൾഡ് ഫിംഗേഴ്സ് വിൽ റെപ്രസെൻറ്റ് യുവർ കറണ്ട്. ഓക്കെ, നമ്മളുടെ ബി ഇൻഡ്യൂസ്ഡിൻ്റെ ഡയറക്ഷനിൽ നമ്മളുടെ റൈറ്റ് ഹാൻഡിലെ തമ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ കേൾഡ് ഫിംഗേഴ്സ് വിൽ ഗിവ് യു ദ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട്. ഓക്കെ, അങ്ങനെയാണ് ഈ കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും? ഈ ഒരു ഡയറക്ഷനിലേക്ക്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു തമ്പ് എടുത്തിട്ട് നിങ്ങൾ ഈ ഒരു ഡയറക്ഷനിലോട്ട് വെച്ച് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ കേൾഡ് ഫിംഗേഴ്സിൻ്റെ ഡയറക്ഷൻ നോക്കുക. കേൾഡ് ഫിംഗേഴ്സിൻ്റെ ഡയറക്ഷൻ നോക്കുമ്പോൾ കേൾഡ് ഫിംഗേഴ്സിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ടുവേർഡ്സ് ദിസ് ഡയറക്ഷൻ ആയിരിക്കും. അതാണ് നിങ്ങളുടെ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട് ഇൻഡ്യൂസ്ഡ്. ഓക്കെ, സിമിലർലി നമ്മൾ എന്ത് ചെയ്യുക? നോർത്ത് പോൾ സപ്പോസ് വി ആർ പുള്ളിങ് ഇറ്റ് ഔട്ട്. ഓക്കെ, നമ്മൾ സെക്കൻഡ് കേസിൽ പുള്ളിങ് ഇറ്റ് ഔട്ട്. അപ്പോൾ ഓൾറെഡി പ്രസന്റ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ടുവേർഡ്സ് ലെഫ്റ്റ് ആയിരുന്നു. നൗ ചേഞ്ച് ഈസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. നമ്മൾ എന്ത് ചെയ്യുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് കുറയ്ക്കുക ചെയ്യുന്നത്. അപ്പോൾ ചേഞ്ച് ഈസ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ. അപ്പോൾ നമ്മളുടെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡ്യൂസ്ഡ് എന്തായിരിക്കും? മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡ്യൂസ്ഡ് വിൽ ബി ടുവേർഡ്സ് ദ എന്തായിരിക്കും? ലെഫ്റ്റ് ഡയറക്ഷൻ ആയിരിക്കും. ടുവേർഡ്സ് ദ ലെഫ്റ്റ് ഡയറക്ഷൻ. ഇനി നിങ്ങളുടെ തമ്പ് എടുത്തിട്ട് റൈറ്റ് ഹാൻഡിൽ തമ്പ് എടുത്തിട്ട് ലെഫ്റ്റ് ഡയറക്ഷനോട് വെക്കുക. then the curled fingers will give you the direction of the current. അപ്പോൾ curled fingers ഡയറക്ഷൻ ആയിരിക്കും ഈ ഒരു ഡയറക്ഷൻ ആയിരിക്കും. അതാണ് നിങ്ങളുടെ ഡയറക്ഷൻ ഓഫ് ദ ഇൻഡ്യൂസ്ഡ് കറണ്ട്. സിമിലർലി നമ്മൾ സൗത്ത് പോളിനെ കേസ് കൊടുക്കും. സൗത്ത് പോൾ നമ്മൾ ആദ്യം പുറത്തോട്ട് പോകണം. സൗത്ത് പോളിൽ ഓൾറെഡി എന്തായിരിക്കും? മാഗ്നറ്റിക് ഫീൽഡ് ഈ ഒരു റൈറ്റ് ഡയറക്ഷൻ ആയിരിക്കും അല്ലേ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും പുള്ളിങ് ഔട്ടാണ്. അതായത് നമ്മൾ കുറയ്ക്കുകയാണ്. നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിനെ നമ്മൾ സ്ട്രെങ്ത് കുറയ്ക്കണം. അപ്പോൾ നമ്മളുടെ ചേഞ്ച് എന്ന് പറയുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. ഓക്കെ, ചേഞ്ച് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. നൗ ദ മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡ്യൂസ്ഡ് എന്തായിരിക്കും? മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡ്യൂസ്ഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പം ഇൻഡ്യൂസ്ഡ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ടുവേർഡ്സ് റൈറ്റ് ആയിരിക്കും അല്ലേ? ടുവേർഡ്സ് റൈറ്റ് ആയിരിക്കും. ആ ഡയറക്ഷനിൽ നിങ്ങളുടെ എന്താ പറയുക? തമ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ യു വിൽ സീ ദാറ്റ് യുവർ കറണ്ട് ഈസ് ഇൻ ദിസ് ഡയറക്ഷൻ. സിമിലർലി എന്ത് ചെയ്യുക? നിങ്ങൾ ഈ ഒരു പോർഷനും കൂടെ സപ്പോസ് നിങ്ങളുടെ സൗത്ത് പോള് ഉള്ളിലേക്ക് വരുന്നതായിട്ട് നോക്കുക. അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഡയറക്ഷൻ കിട്ടുന്നുണ്ടോ നോക്കുക. യു വിൽ ഗെറ്റ് ദിസ് ഡയറക്ഷൻ. ഓക്കെ, നിങ്ങളുടെ മാഗ്നറ്റിക് സൗത്ത് ഡയറക്ഷന് എന്ത് ചെയ്യുക? നിങ്ങൾ മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഓൾറെഡി പ്രസൻ്റ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഈ ഡയറക്ഷനാണ്. നൗ യു ആർ ഇൻക്രീസിങ് ദ magnetic field in that same direction, so change will be in the same direction. The induced magnetic field will be in the opposite direction. അപ്പോൾ ഈ ഒരു ഡയറക്ഷനിലാണ്. അപ്പോൾ ഓൾറെഡി you will get the magnetic field in this current in this direction. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ ഈ ഒരു സെഷനിൽ നമ്മളൊന്ന് നോക്കുന്നത്. നമ്മളുടെ ഇൻഡ്യൂസ്ഡ്